ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർജ 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എമ്പുരാൻ ഇങ്ങനെ എന്താ പറയുക, വളരെ വിവാദത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയമാണല്ലോ അല്ലേ. എന്തായാലും എമ്പുരാൻ 5 ദിവസം കൊണ്ടാണ് 200 കോടി ക്ലബിൽ കയറിയിരിക്കുന്നത്. എന്തായാലും ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്നത് പോലെ റെക്കോർഡ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കാണരുത്, കേൾക്കരുത്. പണ്ട് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് നമ്മുടെ ജേർണലിസം പഠിപ്പിക്കുന്ന സാറുണ്ടായിരുന്നു, മനു രമാകാന്ത് എന്ന് പറഞ്ഞ സാറ്. അപ്പോൾ സാർ ആ സമയത്ത് ഒരു ബുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ പേര് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആ ബുക്ക് നിരോധിച്ചു. ആ ബുക്കിനകത്ത് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉള്ളതിൻ്റെ പേര് നിരോധിച്ചു. അപ്പോൾ അതിൻ്റെ നിരോധിച്ചത് കൊണ്ട് തന്നെ തീയിട്ട് കത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് നിരോധിച്ചു എന്നുള്ള വാർത്ത വന്നപ്പോഴത്തേക്കിനും അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് അതിനകത്ത് ഇത്രമാത്രം ദോഷകരമായിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്തോ കോപ്പികൾ കിട്ടിയ കോപ്പികളെല്ലാം ആളുകളെടുത്ത് വായിക്കുകയോ അതിന് ഭയങ്കര റീച്ച് ആവുകയൊക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്ന ആ ഒരു സംഭവം കേട്ടോ. എമ്പുരാൻ ഫിലിം ഇങ്ങനെ ദോഷമാണ്, ദ്രോഹമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പടർന്ന് പിടിച്ചതുകൊണ്ട് തന്നെ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരു കൂട്ടം ആളുകൾ അത് കാണാനായിട്ട് ഇപ്പോഴും ടിക്കറ്റ് നമുക്ക് കിട്ടാത്ത അവസ്ഥയാണ് കേട്ടോ. ഹൗസ്ഫുള്ളായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തിയേറ്ററിലൊന്നും ടിക്കറ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ കാണണം എന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത് പറയാനല്ല വന്നത്, ജസ്റ്റ് നമ്മൾ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ തൊപ്പിയുടെ ഫ്രണ്ട് അച്ചായൻ വിവാഹിതനായിട്ടുണ്ട്. അതായത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ സോജൻ അച്ചായനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വിവാഹം വളരെ വൈറലായിരുന്നു. കാര്യം ആ വിവാഹ ദിവസം ആ ക്ഷേത്ര മുറ്റത്ത് വെച്ച് അവർ കാണിച്ച പിക്കൊക്കെ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കും. വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയുള്ളൊരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, പത്തനംതിട്ടയുള്ളൊരു പെണ്ണ്, എറണാകുളത്തുള്ളൊരു സ്ത്രീ, അങ്ങനെ പലരും ഉണ്ട്. സിനിമ പ്രൊഡ്യൂസറാണ്, സിനിമാ നടനാണ്, അതും പറഞ്ഞിട്ടാ വിളിക്കുക. തേക്കാനുള്ള മാനസികാവസ്ഥ നമുക്കില്ല കേട്ടോ. നമ്മുടെ ശരീരശാസ്ത്രം വെച്ചിട്ട് തേപ്പ് കിട്ടാൻ പറയുന്നത് എന്റെ ചെവി തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര പെണ്ണുപിടിയാണ്. ഈ അച്ചായനെ കുറിച്ച് വളരെ നിർണായകമായ തെളിവുകളുമായിട്ട്, അതായത് ഈ അച്ചായൻ എങ്ങനെയാണ് തട്ടിപ്പുയരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അച്ചായൻ്റെ തന്നെ അമ്മാവൻ്റെ മകളെ വിവാഹം കഴിച്ച വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട്. ബിജു എന്ന് തോന്നുന്നു പേര്. വോയിസ് റെക്കോർഡാണ്. അതായത് നമ്മുടെ ഇറ്റ്സ് മീ കൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലായിട്ട് ബന്ധപ്പെട്ട ഒരു വോയിസ് റെക്കോർഡാണ്. നമുക്കത് കേട്ടിട്ട് വരാം കേട്ടോ. കുറച്ച് ലെങ്തിയാണ്, 7 മിനിറ്റോളം അത്രയും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അത് കേട്ടു. എന്തായാലും നമുക്കത് കേൾക്കാം, നമുക്ക് ഒരുമിച്ച് കേൾക്കാം. എന്താണ് അച്ചായനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേട്ടിട്ട് വരാം. എൻ്റെ പേര് ബിജു എന്നാണ്. എൻ്റെ വീട് വയനാടാണ്. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിൻ്റെ കല്യാണം കഴിഞ്ഞ ഇതും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. അവൻ ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ്. ഒന്നെൻ്റെ, പിന്നെ ഞാൻ അറിയുന്നത് തന്നെ കുറേ ആൾക്കാർ, കുറേ സ്ത്രീകൾ. സിനിമ പ്രൊഡ്യൂസറാണ്, അതാണ് ഇതാണ്, സിനിമാ നടനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും. പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവൻ്റെ അമ്മയാണ് വിളിക്കുന്നത്. അവനൊരു കല്യാണം വേണം, അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും, അവരെ കയ്യിലുള്ള പൈസ മേടിച്ചെടുക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു താലി കെട്ടും, എന്നിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് ഇവനൊന്നും മദ്രാസിൽ പോകുമെന്നും പറഞ്ഞ് ഇവനങ്ങ് പോവും. പിന്നെ ആ തള്ള ആ സ്ത്രീനെ ചവിട്ടി ഓടിക്കും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. വയനാട്ടിലുള്ളപ്പോഴാണ് പറയുന്നത്. ഞാനും വയനാട്ടുകാരനാണ്. അവൻ്റെ അമ്മാവൻ്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോടും പൈസ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് നടക്കും. കല്യാണം കഴിക്കാൻ സുഖമില്ലാത്തൊരു കൊച്ചാണ്. ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു. അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എൻ്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അളിയാന്നാ വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസയും വാങ്ങി, ആ പെണ്ണിന് കൊടുക്കാനാണെന്നും പറഞ്ഞ മൊബൈലും മേടിപ്പിച്ചു. അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ സോജൻ.
ഒക്കെ തെളിവടക്കം എൻ്റെ കയ്യിലുണ്ട്, തെളിവടക്കമുണ്ട്. അങ്ങനെ ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം തൊലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ അതെ ഇവനെ കല്യാണം നടക്കൂല എന്നറിയുന്ന പെണ്ണിന്റെ അപ്പന് വരെ കല്യാണം നടക്കൂല എന്നറിയുന്നതാണ്. ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവര് നടത്തി കൊടുത്തു. വെച്ചാൽ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന് കാറ് മേടിക്കണം. അങ്ങനെ പല എൻ്റെ അടുത്ത് കുറെ പൈസ വാങ്ങിയിട്ടുണ്ട് അവൻ. അതുപോലെ തന്നെ വേറൊരു പെണ്ണും കൂടെ ഉണ്ട്. അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ്, അവന്റെ കമ്പ്യൂട്ടർ, അവന്റെ കയ്യിൽ നിന്ന് കുറെ ലക്ഷങ്ങള്. ഇങ്ങനെയാണ് അവര് വയനാട്ടിലുള്ളപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത്. വയനാട്ടിലെ സ്ഥലമൊക്കെ വിറ്റ് എറണാകുളത്തോടെ ഉണ്ട്. കുറെ കാലത്തേക്ക് നമ്മളിതൊന്നും അറിയത്തുണ്ടായിരുന്നുണ്ടായില്ല. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത്. ഇവന് ഇതൊന്നും ഒരു പുത്തരിയല്ല. അവൻ ഒരുപാട് തെളിവടക്കം തരാം, തെളിവടക്കം ഉണ്ട്. നമ്മൾ വെറുതെ പറയുന്നതോ നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഓർത്തിട്ടോ പറയുന്നതല്ല, തെളിവടക്കം. എന്തായാലും ഞാനിപ്പോൾ വിദേശത്താണുള്ളത്, നാട്ടിൽ വരട്ടെ, തെളിവടക്കം ഞാനത് തരാം. ഇങ്ങനെയൊക്കെയാണ് ഈ തള്ള. അവന്റെ അമ്മ, തള്ള എന്ന് വെച്ചാൽ അമ്മ, ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു മദ്യപിക്കാറൊന്നുമില്ല. വിദേശത്തൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ വിളിച്ച് പറയുമായിരുന്നു മദ്യം. വോഡ്കയാണ് വേണ്ടത്, വോഡ്കയാണ് അവരുടെ ബ്രാൻഡ്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ട് നമ്മളൊക്കെ പ്രതികരിച്ച് പോകുന്നേ ഉള്ളൂ. അവൻ കള്ളു പിടിക്കാറില്ല, പെണ്ണ് പിടിക്കാറില്ല, ഒന്നുമില്ല. തെളിവ് ഞാൻ തരാം. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ തരാം തെളിവ്. ഓക്കെ. സോജൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. എന്തായാലും ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതോടുകൂടി അച്ചായൻ്റെ തനി രൂപത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി പറയുന്നത് കള്ളമാണോ, ഇനി അച്ചായൻ പറയുന്നതാണോ ശരി, എന്തായാലും ഇത് വൈറലായതുകൊണ്ട് തന്നെ ഇതിനെതിരെ അച്ചായൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുറത്തു വന്ന് പറയുക. അച്ചായൻ പുറത്തു വന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബിജു തെളിവുകളായിട്ട് പുറത്തു വരും. വീണ്ടും അച്ചായൻ്റെ പ്രശ്നവും. അച്ചായൻ പുറത്ത് വന്നില്ലെങ്കിൽ ഇതിപ്പം എല്ലാം സത്യമാണെന്ന് ആളുകൾ വിശ്വസിക്കുകയും ചെയ്തു. ഇപ്പം എന്തായാലും അച്ചായൻ്റെ പ്രശ്നം ഞാൻ സമ്മതിച്ചു. ഒരു പ്രേമം എന്താ പറയുന്നത് അവസാനിച്ചതിൻ്റെ 15 ദിവസത്തിനുള്ളിൽ അടുത്തൊരു വിവാഹം കഴിക്കുക, അതും അതിനെക്കാട്ടി ചെറുപ്പക്കാരെ ഒരു പെൺകുട്ടി കെട്ടുക, അത് ലിപ് ലോക്കൊക്കെ ചെയ്യും. ദൈവമേ, അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. കൊച്ചുമക്കളൊക്കെ പോലെ ഇത്ര പ്രായമുണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്. അയ്യോ ഞാൻ പാവമാണ്, എന്നെ തേച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഓഡിയോ ഒക്കെ നിങ്ങൾ കേട്ടല്ലോ, അതായത് വീഡിയോ കണ്ടു കാണുമല്ലോ. എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നില്ല, ഇവർക്കൊന്നും ഒട്ടും ഒരു യുക്തിയില്ലേ എന്നുള്ളതാണ്. ഇതൊന്നും കണ്ടിട്ട് ഇതിനെ അതേപോലെ വെച്ചാൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, ഇതൊന്നും ഒരു പ്രശ്നവുമില്ല, ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികൾ ഇതിനൊക്കെ അനുകൂലിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഓർക്കുമ്പം സംബന്ധിച്ചു. അപ്പോൾ എന്തായാലും അച്ചായൻ ഇതിനെതിരെ രംഗത്ത് വരും, അതായത് ഇതിനെതിരെ ഒരു മറുപടിയുമായി പുറത്ത് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുറത്ത് വരികയാണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ ആളിതിൻ്റെ തെളിവുകളുമായിട്ട് വരും. അതായത് വരാതിരിക്കുകയാണെങ്കിൽ ആളുകൾ ഇതെല്ലാം സത്യമാണെന്ന് വിചാരിക്കുകയും ചെയ്യും. എന്തായാലും അച്ചായന് പ്രശ്നമാണ്. എന്തായാലും എൻ്റെ അച്ചായൻ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ, ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് രൂപത്തിൽ രേഖപ്പെടുത്തണം കേട്ടോ, മറക്കരുത്. നമ്മുടെ പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.